ഹായ് എവരിവൺ. ദൃശ്യം 3 ഡയറക്ടഡ് ബൈ ജീത്തു ജോസഫ് കണ്ടു, ഇറങ്ങി, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുക വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ 90% ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെയുള്ള 10%, ആ 10%ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കഥ ദൃശ്യം 1 പോലെയോ 2 പോലെയോ സിമിലർ പാറ്റേൺ ആണെങ്കിലും ദൃശ്യം 1ലെയും 2ലെയും നമുക്കറിയാം കഥ തുടങ്ങുമ്പോൾ ഒരു ദൃശ്യം 1ലാണെങ്കിൽ കഥ ബിൽഡ് ചെയ്ത് വരേണ്ടതുണ്ട്. ഷൂട്ടിംഗ് അല്ലെങ്കിൽ അവരുടെ കുടുംബവും ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി വരണം. 2ലാവുമ്പോൾ ആ കേസിൽ നിന്നൊക്കെ മാറി അവരുടെ കുടുംബം വളരെയധികം സന്തോഷത്തോടെ കടന്നു പോകുന്നു എന്നുള്ള ഭയങ്കര നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 3ലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാം ജോർജ് കുട്ടിയും കുടുംബവും രണ്ടാമതൊരു രക്ഷപ്പെടുന്ന ശേഷം അവർ എന്തായാലും നല്ല ജീവിതം ആയിരിക്കും. അവർക്ക് എപ്പോഴും അതിന്റെ ഉള്ളിൽ പേടി ഉണ്ടായിരിക്കും. പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ പേടി അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നമുക്ക് നന്നായിട്ട് അറിയാം. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുന്നു പറയാം, സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ നോർമലൈസ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടാതിരുന്നാലേ ഉള്ളൂ. പിന്നെ പ്രശ്നം പിടിച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ പരിപാടിയാണ്. ഫസ്റ്റ് ക്ലൈമാക്സിന്റെ കാര്യം പറയണം. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നൊക്കെ പറയുമ്പോൾ അയാൾ ആ നിസ്സഹായ അവസ്ഥയോട് സത്യം പറഞ്ഞാൽ നേരാണ് കാണാം. എങ്ങനെ നോക്കിയാൽ അയാൾക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അയാളുടെ ചുറ്റും പ്രശ്നങ്ങൾ മാത്രമാണ്. ലാസ്റ്റ് ആ ഒരു ഐക്കോണിക് വാക്ക് ദൃശ്യം 1 ഒരു വാക്ക് ഇവിടെയുണ്ട്. പക്ഷേ ഇത്തിരി ഇമോഷണൽ ആണെന്ന് മാത്രം. BGM നമുക്ക് നന്നായിട്ട് അറിയാം. ദൃശ്യം 1 ലാലേട്ടൻ വരുണിനെ കുറിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു BGM ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള BGM തന്നെയാണ്. കേടിലേക്ക് വരുമ്പോൾ അതിലൊരു വയലിൻ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ മിക്സ് ചെയ്ത പരിപാടി എന്റെ മോനെ സത്യം പറഞ്ഞാൽ ആ BGM-ഉം ആ ഇൻസിഡന്റ് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഫീൽ, ആ ഇമോഷണൽ ഫീൽ നമുക്ക് അങ്ങനെ കിട്ടുന്നത്. കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഓരോ സിനിമ കഴിയുമ്പോൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏറ്റവും വലിയ പെർഫോമൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലെ വില്ലാണ്. അതിന് ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും, അതുകൊണ്ട് പറയുന്നില്ല. കാരണം അങ്ങനത്തെ ആക്ടിംഗ് ആണ് പുള്ളി. എജ്ജാതി ആക്ടിംഗ്, ഇമാരി നാച്ചുറൽ, നമുക്ക് തന്നെ പിടിച്ചിട്ട് പിടിക്കാൻ തോന്നുന്നു. അമ്മാതിരി ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് പുള്ളി. പുള്ളി പഴയ സിനിമകളിലും പണ്ടത്തെ പല സിനിമകളിലൊക്കെ പുള്ളി കൂടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി പിന്നെ ടെക്നിക്കൽ സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ദൃശ്യം 1ലെയും 2ലെയൊക്കെ പോലെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ഒന്നല്ലുള്ളത്. ഒരു ഡേ ടൈം ആണെങ്കിലും നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ആയി കൂട്ടി ആ രീതിയിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണോ എന്ന് നമുക്ക് ആ വിഷ്വൽസിലൂടെ തന്നെ കറക്റ്റ് മനസ്സിലാവും. കാണുന്നവർക്ക് ഒരു നെഗറ്റീവ് ഫീൽ കിട്ടും പറയില്ലേ, ആ ഒരു നെഗറ്റീവ് എനർജി ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇതിലൊരു ദൃശ്യം 4 ഒക്കെ സംഭവിക്കാതിരിക്കാം. സംഭവിക്കേണ്ടതാണ് മനസ്സിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ദൃശ്യം 2 ഇഷ്ടപ്പെട്ട പോലെ ദൃശ്യം 1 ഇഷ്ടപ്പെട്ട പോലെ അത്രയും പെർസെന്റേജ് ഓഫ് ആൾക്കാർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.